അമ്മയ്ക്ക് ചിലവിന് പണം നൽകിയില്ല. പണം നൽകുന്നതുവരെ മകനെ ജയിലിലടച്ചു. അമ്മയ്ക്ക് ചിലവിന് നൽകാത്തതിന്റെ പേരിൽ മകനെ RDO ജയിലിലടച്ചു. RDO കോടതി വാറണ്ട് പ്രകാരമാണ് മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മടിക്കൈ മലപ്പച്ചേരി വടതുകലക്കുഴിയിലെ പ്രതീഷിനെയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മകൻ ചെലവിന് നൽകുന്നില്ലെന്ന പരാതിയുമായി കാഞ്ഞിരപ്പൊയിലെ ഏലിയാമ്മ ജോസഫാണ് കാഞ്ഞങ്ങാട് RDO കോടതിയെ സമീപിച്ചത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും നിയമപരിരക്ഷ മുൻനിർത്തി പ്രതിമാസം 2000 രൂപ ഏലിയമ്മയ്ക്ക് നൽകണമെന്ന് 1 വർഷം മുമ്പ് RDO കോടതി ഉത്തരവിട്ടിരുന്നു. ഈ തുക മകൻ നൽകുന്നില്ലെന്ന് കാണിച്ച് 5 മാസം മുമ്പ് ഏലിയമ്മ RDO കോടതിയിലെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന് പരാതി നൽകി. 10 ദിവസത്തിനകം കുടിശ്ശിക ഉൾപ്പെടെ നൽകണമെന്ന് ഉത്തരവിട്ട് ട്രിബ്യൂണൽ മടിക്കൈ വില്ലേജ് ഓഫീസർ മുഖേന നോട്ടീസും അയച്ചിരുന്നു. തുടർന്ന് 2 തവണ ഹാജരായപ്പോഴും തനിക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് പ്രതീഷ് പറഞ്ഞു. ജൂലൈ 31-നകം ഒരു ഗഡു നൽകിയില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് ട്രിബ്യൂണലും അറിയിച്ചു. വിചാരണ വേളയിൽ പ്രതീഷിനെ നീലേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി. എന്നാൽ വിചാരണ വേളയിൽ പ്രതീഷിനെ നീലേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വാറണ്ട് പ്രകാരം വിചാരണ വേളയിലും പണം നൽകാനാവില്ലെന്ന് പ്രതീഷ് ആവർത്തിച്ചു. ഇതോടെ ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരമുള്ള തുക നൽകുന്നതുവരെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 5(8) BNS 144 എന്നീ വകുപ്പുകൾ പ്രകാരം ജയിലിലടയ്ക്കാൻ RDO ബിനു ജോസഫ് ഉത്തരവിടുകയായിരുന്നു. പ്രതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ അടച്ചു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, അവർക്ക് ജീവനാംശം നൽകാതിരിക്കുക തുടങ്ങിയവ ഈ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഏലിയാമ്മയുടെ കേസ് പോലെ ജീവനാംശം നൽകാൻ തയ്യാറല്ലാത്ത മക്കളെ ജയിലിലടയ്ക്കാൻ വരെ ട്രിബ്യൂണലുകൾക്ക് അധികാരമുണ്ട്.